ക്ഷേമ പെൻഷനായിട്ട് ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സർക്കാർ വീണ്ടും 3,000 കോടി രൂപ 3 ലക്ഷം കോടി രൂപ കടമെടുക്കാൻ തീരുമാനിച്ചു. വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം. അതായത് ഈ ചൊവ്വാഴ്ച മുംബൈ ബോർഡ് ഓഫീസിൽ വെച്ച് കടപ്പത്രം ലേലം കൊള്ളും. കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുടങ്ങിയ അങ്ങനെ വൻ ആനുകൂല്യങ്ങളാണ് സർക്കാർ പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിനൊക്കെ മുന്നോടിയാണ് ഈ കടം എടുക്കുന്നത്. 3 മാസത്തെ കുടിശ്ശിക തുക വിതരണം ഈ വിഷുവിന് ഓണത്തിനൊക്കെ ഉണ്ടാവും. അതിന് മുന്നോടിയാണ് ഈ കടമെടുപ്പ്. നമുക്കറിയാം 2024 മാർച്ച് മാസം തുടങ്ങി ഇതുവരെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി മുടങ്ങാതെ നമുക്ക് തുക എത്തിച്ചേരുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തന്നെ തുക എത്തിച്ചേരുന്നുണ്ട്. പിന്നെ 4,200 രൂപ കുടിശ്ശികയുണ്ട്. അത് ഈ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനൊക്കെ ആയിട്ട് തന്നു തീർക്കും. പിന്നെ ഈ 17-ാം തീയതി ബജറ്റാണ്. ബജറ്റിന് ക്ഷേമ പെൻഷൻ വർധനവിനെ പറ്റിയുള്ള സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകും. ഇപ്പം നമുക്ക് കാത്തിരിക്കാം. ഇത്രയാണ് ക്ഷേമ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഉള്ളത്. ഇനി വരും മണിക്കൂറുകളിൽ വരുന്ന വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. ബെല്ലൈക്കനിൽ എനേബിൾ എന്ന ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എന്ന ശുഭപ്രതീക്ഷയോടെ വിഷ്ണു.